ചങ്ങനാശ്ശേരി അതിരൂപതയില് ചെത്തിപ്പുഴ ഇടവകയിൽപ്പെട്ട ഒരു കുടുംബത്തിന്റെ മുന്നിലാണ്. ഈ കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും അവരുടെ ദിവസം ആരംഭിക്കുന്നത് ഇടവക ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയോടുകൂടിയാണ്. മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ദേവാലയത്തിൽ എത്തിച്ചേരുന്ന ഈ മാതാപിതാക്കളെയും ഈ മക്കളെയും ഇന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? എൻ്റെ പേര് രേഷ്മ. ഇതെൻ്റെ ഭർത്താവ്. എനിക്ക് 4 മക്കളാണ്. മൂത്ത മോൻ എനോഷ്, രണ്ടാമത്തെ മോൻ ആരോൺ, മൂന്നാമത്തെ മോളെ ഏഞ്ചല്, 4-മത്തെ ആള് റൂത്ത്. നിങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എത്ര വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ പോകുന്നു? അങ്ങനെ പറയുവാണെങ്കിൽ എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് പറയേണ്ടി വരും. കുഞ്ഞുനാളിൽ എൻ്റെ മാതാപിതാക്കള് പള്ളിയിൽ പോകുമായിരുന്നു, പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ എല്ലാ ദിവസവും എനിക്ക് പോകാൻ സാധിക്കത്തില്ലായിരുന്നു. വീടും ദേവാലയം തമ്മിൽ ദൂരം ഉണ്ടായിരുന്നു. അതുമല്ല വാഹന സൗകര്യവും കുറവായിരുന്നു. പിന്നെ അവധി കിട്ടുന്ന സമയത്തൊക്കെ അമ്മ കൂടെ ഞങ്ങളെ വിളിച്ചോണ്ട് പോകും. അപ്പം ദിവ്യബലിയിൽ സംബന്ധിക്കും. അപ്പൊ ആ ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ കിട്ടുന്ന ദൈവ അനുഗ്രഹവും സഹായവും ഒക്കെ എനിക്ക് നല്ല ബോധ്യമായിരുന്നു. ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് പിന്നെ നമ്മളെ ആരോ സഹായിക്കുന്നതൊക്കെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം ഈ വീട്ടിൽ വന്നപ്പം എനിക്ക് ഒത്തിരി ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബത്തിലോട്ട് എനിക്ക് വന്നു കയറാൻ സാധിച്ചു. അതുപോലെ സഹോദര സ്നേഹമുള്ള ഒരു കുടുംബത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു. ഞാൻ വന്നപ്പം ഞാൻ കാണുന്നത് എൻ്റെ അമ്മച്ചിക്ക് 73 വയസ്സോളം പ്രായം ഉണ്ടായിരുന്നു. ഏറ്റവും ഇളയ മോനാണ്. 8 മക്കളുണ്ട്. അപ്പം ഞാൻ കാണുന്നത് എൻ്റെ അച്ചായനെ ഞാൻ അപ്പാപ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പാപ്പൻ രാവിലെ ഒരു കട്ടൻ കാപ്പി വെച്ച് കൊടുക്കും. ആ കാപ്പി കുടിച്ച് അമ്മച്ചി ചട്ടയും മുണ്ടും എടുത്ത് കൊന്തയും ചൊല്ലി നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അതെനിക്ക് പ്രചോദനമായി എനിക്കും പള്ളിയിൽ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങളും തീരുമാനിച്ചു. മോനൊക്കെ കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അതിനുശേഷം 2-മത്തെ മോൻ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പം മോന് അമ്മച്ചിയുടെ കൂടെ പോകാൻ തുടങ്ങി. പിന്നെ അടുത്ത കുഞ്ഞുവാവയായിരുന്നപ്പം അമ്മച്ചിക്ക് വയ്യാതെയായി. അമ്മച്ചി പള്ളിയിൽ പോകുന്നില്ല. അപ്പം പിന്നെ സൈഷൻ പിള്ളേരെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ ഓരോ അടുത്ത കുഞ്ഞുവാവ വന്നപ്പം അതുപോലെ തന്നെ സൈഷാനാണ് പിള്ളേരെ രാവിലെ ഒരുക്കി വിടും, പിള്ളേരെ കൂടെ കൊണ്ടുപോവുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രചോദനം കിട്ടി. ഞാൻ തോമസ് കല്ലുകളത്തിലച്ഛൻ, CMI സഭാംഗം, ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ തിരുഹൃദയ ഇടവകയുടെ വികാരി അച്ഛനാണ്. ഏകദേശം 2000-ലധികം കുടുംബങ്ങളുള്ള ഒരു വലിയൊരു ഇടവകയാണ് ഞങ്ങളുടേത്. ഏറ്റവും ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും അതിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരുടെ സപ്പോർട്ടുമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം. ധാരാളം കുടുംബങ്ങളെ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട കുടുംബം 4 മക്കളും മാതാപിതാക്കന്മാരുമായിട്ട് എല്ലാ ദിവസവും രാവിലെ 5 മണിക്കത്തെ കുർബാനയ്ക്ക്, ഏറ്റവും ആദ്യത്തെ കുർബാനയ്ക്ക് അവർ എത്താറുണ്ട്. അത് ഒരു മുടക്കവും കൂടാതെ അവർ വരുന്നു എന്ന് മാത്രമല്ല, സജീവമായി അതിൽ പങ്കെടുക്കുന്നു. പിള്ളേർ 2 പേരും വാൾട്ടർ ബോയ്സായിട്ട് കുർബാനയ്ക്ക് കൂടും. അവർ +2 കഴിഞ്ഞ് പഠിക്കുന്നവരും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ഒക്കെ ആണെങ്കിലും അവരെ രാവിലെ തന്നെ വിശുദ്ധ ബലിയിൽ സഹായിക്കുന്നു. 2 അനുജത്തിമാരെ, ഇളയ 2 കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ അവർ സജീവമായി ഏറ്റവും ഫ്രണ്ടിൽ മാതാപിതാക്കന്മാരോടൊപ്പം നിന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ട്. ഇതിന് കാരണം ഈ മാതാപിതാക്കന്മാരുടെ ദൃഢമായ വിശ്വാസവും ഓരോ വ്യത്യാസവും കൂടാതെ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ പരിശീലിപ്പിക്കുന്ന വിധവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കുഞ്ഞുങ്ങൾ എത്ര രസകരമായിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, മുതിർന്നവരോടും അവരുടെ പ്രായക്കാരോടുമൊക്കെ പെരുമാറുന്നത് എന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്. അത് 2 ആൺകുട്ടികളും ഈ 2 പെൺകുട്ടികളും മാതാപിതാക്കന്മാരെ ആത്മീയ അടിത്തറയിൽ നിന്നാണ് അവരുടെ എല്ലാ പരിശീലനവും നടത്തുന്നത്. എത്ര പരീക്ഷയുണ്ടെങ്കിലും
എത്ര ക്ഷീണമാണെങ്കിലും എത്ര ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഇങ്ങനത്തുള്ള കുടുംബങ്ങളെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഫാദർ ജെറിൻ വലിയതാഴത്ത് CMI, ചങ്ങനാശ്ശേരി ചിത്തിപ്പുഴ ഡോൺ ബോസ്കോ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർഷനാണ്. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് വസിക്കുന്ന ഇടം എത്ര സുന്ദരം. ആ ഒരു ചിന്തയോടുകൂടി ചിന്തിക്കുമ്പോൾ ഈ ചെത്തിപ്പുഴ മണ്ണ് വളരെ മനോഹരമായ കാഴ്ചയെ എന്നും സ്വാഗതം ചെയ്യാറുണ്ട്. ഒരപ്പൻ്റെയും ഒരമ്മയുടെയും കൈയും പിടിച്ച് 4 കുട്ടികൾ എന്നും അതിരാവിലെ ആദ്യത്തെ ദിവ്യബലിയിൽ ഈ പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു. എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണത്. 4 കുട്ടികളിൽ ഒരാൾ സൺഡേ സ്കൂൾ അധ്യാപകനാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ ഒരു മകൻ ഓൾട്ടർ ബോയും മറ്റു 2 കുട്ടികളും മിഷൻ ലീഗ് സംഘടനയിലൂടെ ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി ഭംഗിയോടെ അവർ ശുശ്രൂഷ ചെയ്യുന്നു. അതിലേറെ സന്തോഷമുള്ളത് എന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്തുതി വാങ്ങി കുട്ടികൾ നിരനിരയായിട്ട് നമ്മുടെ ആൾക്കാരിടയിലേക്ക് ചെന്ന് അവർക്ക് സ്തുതി ചൊല്ലുന്ന ഒരു പതിവ് എന്നും ഈ ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ ഒരു ഭംഗിയെ ഇരട്ടിക്കാറുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും ഒപ്പം നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് 4 പേർക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ദൈവവിളി എന്നാൽ വെള്ളക്കുപ്പായത്തിൻ്റെ ഭംഗിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അതിലൊക്കെ ഉപരി കുടുംബത്തിൻ്റെ വിളിയുടെ ഒരു മനോഹാരിതയെ ഈ കുടുംബം നമുക്ക് മുമ്പിൽ എടുത്തു വെക്കുന്നുണ്ട്. നമുക്കും മാതൃകയാക്കാവുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. എന്നും ഞങ്ങളുടെ ദിവ്യബലികളിൽ ഇവരെന്നും ഒപ്പമുണ്ട്, പ്രാർത്ഥനയോടെ. രേഷ്മ, മക്കളൊക്കെ ഏത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു? മൂത്ത മോൻ എനൂഷ്, അവൻ +2 കഴിഞ്ഞിപ്പോൾ ACCAക്ക് എറണാകുളത്ത് പഠിക്കുന്നു. രണ്ടാമൻ 10ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ മോള് 5ാം ക്ലാസ്സിൽ, 4ാമത്തെ ആള് 4ാം ക്ലാസ്സിൽ. ഇവർ 3 പേരും ഒരു സ്കൂളിൽ പഠിക്കുന്നു. ഇവരുടെ ദിനചര്യ എങ്ങനെയാണ്? ഒരു ദിവസം എപ്പോഴും എഴുന്നേൽക്കൊക്കെ ചെയ്യാം? കുഞ്ഞുങ്ങൾ രാവിലെ ഒരു 4-4:15 ആകുമ്പോഴത്തേക്ക് എണീക്കും. 5 മണിക്കാണ് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ കുർബാന. അപ്പം 4 മണിക്ക് എണീറ്റാൽ ഇച്ചിരി കൂടെ ഒരു 5 മിനിറ്റ് പള്ളിയിൽ പോയി ഇരിക്കാൻ സമയം കിട്ടും. 4:15 ആകുമ്പം കറക്റ്റ് സമയത്തേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചെന്ന് വിളിക്കും, കുഞ്ഞുങ്ങളെ വിളിക്കും, നെറ്റി കുരിശ് വരപ്പിച്ച് അത് ഞാനത് നോക്കി തന്നെ നിൽക്കും. എന്നിട്ട് ആ ബെഡിൽ നിന്ന് അവരെ എണീപ്പിക്കത്തുള്ളൂ. ഇരുന്ന് അവർ കുരിശ് വരച്ച് 1 മിനിറ്റത്തെ ചെറിയൊരു പ്രാർത്ഥനയും ചൊല്ലി അവരങ്ങ് പോകും. പിന്നെ അവർ ആക്റ്റീവാണ്. പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങളും പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടാണ് പള്ളിയിൽ പോകുന്നത്. ഇവരുടെ പ്രാർത്ഥനയൊക്കെ സന്ധ്യാപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങള് സ്കൂളുള്ള ദിവസം അല്ല, എല്ലാ ദിവസവും തന്നെ 6:30ക്കാണ് പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. സ്കൂളുള്ള ദിവസം സ്ട്രിക്റ്റ് ആയിട്ട് 6:30ക്ക് തന്നെ ഞങ്ങളത് പ്രാർത്ഥിക്കും. 6:30ക്ക് പ്രാർത്ഥിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ ജപമാലയും കർണക്കൊന്തയും പീഡാൻ പ്രാർത്ഥന, അങ്ങനെ കുറച്ച് പ്രാർത്ഥനയുള്ളൂ. അതൊരു അരമണിക്കൂറേ കാണത്തുള്ളൂ. പിന്നെ ചില മാസങ്ങളിൽ ആ പ്രാർത്ഥന ഇച്ചിരി നീണ്ടുപോകും. വണക്കമാസം കാണും. കഴിഞ്ഞ നവംബറിൽ മരിച്ച ശാസ്ത്രിയുടെ വണക്കമാസം, അങ്ങനെ ഈശോയുടെ വണക്കമാസമുണ്ട്, മാതാവിൻ്റെ ആ വണക്കമാസം എല്ലാം അതുപോലെ തന്നെ ഞങ്ങൾ ചൊല്ലിപ്പോവും. അപ്പോൾ കുറച്ച് നേരം കൂടെ പോകും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തീരും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിക്കും. ഒരു 8-8:15. പെൺകുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് ഒരു 8:30-ക്കുള്ളിൽ തന്നെ കിടക്കും. അവർക്ക് നേരത്തെ എണീക്കേണ്ടത് കൊണ്ട് തന്നെ 8:15. പിന്നെ ആൺപിള്ളേർ കുറച്ച് നേരവും കൂടെ പഠിക്കാനിരിക്കും. കുറച്ച് നേരം ഒന്നല്ല, മൂത്തമോനൊക്കെ ഒത്തിരി സമയം കണ്ടെത്തുന്നുണ്ട് പഠിക്കാൻ. പ്രാർത്ഥനയ്ക്ക് ആരാ നേതൃത്വം കൊടുക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് 3ാമത്തെ മോളാണ്, ഏഞ്ചലാണ് ലീഡ് ചെയ്യുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് ഇളയ മോള് ബൈബിൾ വായിക്കും. പിന്നെ പാട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പാടും. രേഷ്മ, ഇവര് സ്കൂളിൽ ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാ? നല്ല മിടുക്കരായിട്ട് പഠിക്കുമോ? ഇവരുടെ പഠനമൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. പഠനമല്ലാതെ ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാസ്കറ്റ് ബോളാണ്. അപ്പം 3 മണി വരെ ക്ലാസ്സുള്ളൂ. അത് കഴിയുമ്പോൾ 1-1.5 മണിക്കൂറോളം അവിടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ബാസ്കറ്റ് ബോൾ കളിച്ച് അതിനുശേഷമേ വീട്ടിൽ വരത്തുള്ളൂ.
അതുപോലെ തന്നെ ആൺപിള്ളേരും കുഞ്ഞായിരുന്നപ്പോൾ ബാഡ്മിൻ്റനൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും, കരാട്ടയ്ക്ക് പോകുമായിരുന്നു. കരാട്ട ബ്ലാക്ക് ബെൽറ്റ് വരെ എടുത്തു. പിന്നെ ഇപ്പം പഠിക്കാൻ കൂടുതലുള്ളത് കൊണ്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് മൂത്ത കുഞ്ഞുങ്ങളുടെ നിർത്തിയിരിക്കുവാണ്. ഇവര് ബൈബിളൊക്കെ വായിക്കുമോ കുഞ്ഞുങ്ങൾ, ഈ ചെറിയ കുട്ടികൾ ബൈബിള് വായിക്കാറുണ്ട്. ബൈബിള് വായിക്കും, പിന്നെ ബൈബിള് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ മെയിലായിരുന്നു മോളുടെ പെൺപിള്ളേരുടെ ആദ്യ കുർബാന നടന്നത്. അപ്പം ഇവർക്ക് ഒരു ആൻറ്റി ഉണ്ട്, ശോഭ ആൻറ്റി എന്ന് പറയുന്നത്. അവര് രണ്ടുപേർക്കും ഓരോ ബൈബിള്, ഒരു ബൈബിളല്ല, രണ്ടുപേർക്കും ഓരോ ബൈബിള് വേണമെന്ന് പറഞ്ഞു ഓരോ ബൈബിള് മേടിച്ചു കൊടുത്തേച്ച്. ആൻറ്റിയുടെ ഉപദേശമാണ്, ഞാൻ പറഞ്ഞതല്ല, ആൻറ്റി തന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എഴുതണം, ബൈബിൾ എഴുതണം, അതും ഇംഗ്ലീഷ് ബൈബിൾ തന്നെ എഴുതാവുള്ളൂ. അന്ന് ആൻറ്റി ടീച്ചറാണ്. അന്ന് പഠനത്തെക്കുറിച്ചൊന്നും അല്ല പറഞ്ഞത്. നമ്മൾ പറയാത്തത് തന്നെ യേശു മറ്റുള്ളവരിൽ കൂടെ കുഞ്ഞുങ്ങളോട് പറയിപ്പിക്കുന്നതായിട്ടൊരു തോന്നലുണ്ട്. അതുപോലെ മോളത് എഴുതാനും തുടങ്ങി. എഴുതാനും ഒരു ലൂക്ക 16 അധ്യായം വരെ കുഞ്ഞ് എഴുതുന്നുണ്ട്, രണ്ടുപേരും. ഇവര് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അറിയാവോ ഇവര് എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവരാണെന്നൊക്കെ? അതുപോലെ സൺഡേ സ്കൂളിൽ നിന്നൊക്കെ ഇവർക്ക് നല്ല സപ്പോർട്ടുണ്ടോ? എങ്ങനെ? സൺഡേ സ്കൂളിൽ നല്ല സപ്പോർട്ടാണ്. സൺഡേ സ്കൂൾ അധ്യാപകന്മാരെ കുറിച്ച് പറയുന്നതിൽ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവർ കുഞ്ഞുങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ അവിടെ കൂട്ടുകാരോട് പറയാറുണ്ട് ഈ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും പള്ളി വരുന്നതാണെന്നും അവർക്ക് ഒരു സമ്മാനമൊക്കെ കൊടുക്കാനായിട്ടും അധ്യാപകന്മാർ ഒത്തിരി കൊടുത്ത് ഇവരൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ടുള്ളത് പ്രോത്സാഹനവും മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇത് കാണുമ്പോൾ അവർക്കും ഒരു ആഗ്രഹമൊക്കെ തോന്നാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഇത്രയും കാലത്തെ മതാധ്യാപക ജീവിതത്തിൽ ഇതുപോലൊരു കുടുംബത്തെ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം മറ്റെല്ലാ തിരക്കുകൾക്കിടയിലും വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും കുഞ്ഞുങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ വേണ്ട എല്ലാ മാതൃകയും ആ മാതാപിതാക്കൾ നൽകുന്നു എന്നുള്ളത് തന്നെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സൺഡേ സ്കൂൾ, ഡോൺ ബോസ്കോ സൺഡേ സ്കൂള് അതിൻ്റെ ഒരു പൊൻതൂവലായിട്ട് ഞങ്ങളിതിനെ കാണുകയാണ്. കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിശുദ്ധിയിലും പ്രാർത്ഥനയിലും വിനയത്തിലും സ്നേഹത്തിലും ഒക്കെ ഞങ്ങൾക്ക് മക്കളെയും കൊണ്ടുപോകാൻ പറ്റുന്നു. കുടുംബമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ, അതായത് വിശുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രവൃത്തി മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ മനോഭാവം നോക്കും, ചിന്ത നോക്കും. അത് പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടത്തുള്ളൂ. ഇത് ഈ വിശുദ്ധിയും വിനയവും സ്നേഹവും എല്ലാം കൂടെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരുത്താതെ ദൈവം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് ഇതുവരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു, ഇനിയും അതുപോലെ തന്നെ കൊണ്ടുപോകുന്നു എനിക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ബിസിനസ് ആണെങ്കിലും നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങൾക്ക് നല്ലൊരു വീട് വെക്കാനായിട്ട് സാധിച്ചു. ഇതൊക്കെയാണ് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ. സൈജു ഇതുവരെ സംസാരിച്ചില്ല, എന്താ പറയുന്നത് സൈജു? 4 മക്കളും നല്ല വിശ്വാസത്തിൽ എന്നും പള്ളിയിലേക്ക് പോയി സന്തോഷത്തോടെ പോയി വരുന്നു. പിന്നെ എനിക്ക് ചങ്ങനാശ്ശേരി ടൗണിൽ ഒരു ഷോപ്പാണ്, റെഡിമെയ്ഡ് ഷോപ്പാണ്. അത് റീറ്റെയിലും കുറച്ച് ചില ഐറ്റങ്ങൾ ഹോൾസെയിലോട്ട് ചെയ്ത് പോകുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നല്ലൊരു കുടുംബത്തെ പരിചയപ്പെടാനായിട്ട് നമുക്കിന്ന് സാധിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്ന ഒരു കുടുംബം, ദിവ്യബലിയിൽ തങ്ങളുടെ ജീവിതം ആരംഭിക്കുന്ന ഒരു കുടുംബം. ഇവരെ നമുക്ക് മാതൃകയാക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു.